എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള വികാരച്ചന്മാരിൽ ഒരാളാണ് ഫാദർ വിക്ടർ ഡിസൂസ. ജേർണലിസം പഠിക്കാൻ ഡൽഹിയിലായിരുന്നപ്പോഴാണ് അച്ഛൻ്റെ വികാരിയായിരുന്നത്. അപ്പോൾ IP എക്സ്റ്റൻഷനിലൊരു മദർ തെരേസ പാരിഷിലാണ്. അപ്പോൾ അച്ഛനും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ഗസ്റ്റായിട്ടാണ്, അസിസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ്റെ കൂടെ ആയിരുന്നു. 2 വർഷത്തോളം അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്തുണ്ടായിരുന്നൊരു എക്സ്പീരിയൻസ്, അവിടെ സൺഡേ ആൻറ്റിസിപ്പേറ്റഡ് മാസമുണ്ട്. ഇപ്പോൾ സാറ്റർഡേ ഈവനിങ്ങിൽ 6 മണിക്ക് ചൊല്ലുന്ന മാസ് അത് സൺഡേ ആൻറ്റിസിപ്പേറ്റഡ് മാസമാണ്. സൺഡേയുടെ ലിറ്റർജി ആയിരിക്കും, അത് ഇംഗ്ലീഷിലായിരിക്കും. സൺഡേയിൽ നടക്കുന്ന മാസ് അത് ഹിന്ദിയിലായിരിക്കും. അപ്പോൾ എനിക്ക് ഹിന്ദി വശമില്ലാത്തത് കൊണ്ട് അച്ഛനോട് പറയും, അച്ഛൻ സാറ്റർഡേയിലുള്ള ഈവനിങ് ഇംഗ്ലീഷ് കുർബാനയെല്ലാം പറയും. അപ്പോൾ ഞാനാണ് കുർബാനയുള്ളത്. അപ്പോൾ എനിക്ക് നേരത്തെ തന്നെ ഇങ്ങനെ ലിറ്റേർജിയിൽ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ക്ലിപ്പിങ്സോ എന്തെങ്കിലും വീഡിയോ ഒക്കെ കാണിച്ചിട്ടാണ് അത് ഇങ്ങനെ പ്രസംഗിക്കാറില്ല. അത് പലർക്കും ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഈ വിക്ടർ അച്ഛൻ എന്ന് പറഞ്ഞാൽ 70 വയസ്സുണ്ട് ആ സമയത്ത്. പിന്നെ അദ്ദേഹം FG ആണ്, ആ ഡയസിസിൻ്റെ വികാരി ജനറലായിരുന്നു. അതിന് ശേഷമാണ് ഈ ചെറിയ പാരിഷിലേക്ക് അച്ഛൻ ചോദിച്ചു വരുന്നത്. അപ്പോൾ എനിക്കൊരു പേടി, ഒന്ന് പ്രായമുള്ള അച്ഛനാണ്, ട്രഡീഷൻസൊക്കെ നോക്കുന്ന ആൾക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. കാരണം ആളുകൾക്കൊക്കെ ഭയങ്കര പേടിയാണ്, ബഹുമാനമുണ്ട്, പക്ഷേ നല്ല പേടിയാണ്. അച്ഛൻ്റെ അടുത്തൊക്കെ ഒരു കാര്യം സംസാരിക്കാനൊക്കെ വരുമ്പോൾ അങ്ങനെയാണ്. എനിക്കും ആ പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് കുർബാനയല്ല. അപ്പോൾ ഞാൻ ആദ്യം 1-2 ആഴ്ചയൊന്നും ക്രിയേറ്റിവിറ്റി ഒന്നും കാണിച്ചില്ല. പിന്നെ ഞാൻ വീഡിയോ കാണിക്കാമെന്ന് ഓർത്ത് ഒരു സാറ്റർഡേ ഇങ്ങനെ കുർബാനക്കിടക്ക് വീഡിയോ കാണിക്കുമ്പോൾ അച്ഛനവിടെ ഉണ്ട്. എനിക്ക് എൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി, കാരണം അച്ഛനവിടെ ഇരുന്ന് കാണണേ ഉള്ളൂ. അച്ഛൻ ആ വീഡിയോ കണ്ട് ഞാൻ കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് മിക്കവാറും പണി കിട്ടും എന്നിങ്ങനെ ഓർത്ത് പേടിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ നാളെ രാവിലത്തെ കുർബാനയ്ക്ക് വീഡിയോ ഒന്ന് കാണിക്കും, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ പലപ്പോഴും മിക്കവാറും തന്നെ ഈ ശനിയാഴ്ച കാണിക്കുന്ന വീഡിയോസോ ആ കാര്യങ്ങളോ അച്ഛൻ എന്നോട് സൺഡേ മാസിൽ കാണിക്കാൻ പറയും. ഭയങ്കര ഇൻസ്പിറേഷൻ തന്ന ഒരു കാര്യമാണത്. ഇത്ര വയസ്സുള്ള ഒരു അച്ഛൻ. എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞൊരു ഡയലോഗ്, ഞാനിപ്പോൾ അത് അവാർഡ് പോലെ സൂക്ഷിക്കുകയാണ്. യു ബ്രോക്ക് ദ മൊണോട്ടണി ഓഫ് ദ ലിറ്റർജി എന്ന് എന്നോട് പറഞ്ഞു. മൊണോട്ടണി ഓഫ് ദ ലിറ്റർജി ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞൊരു ഇൻസ്പിറേഷനാണ്. നമ്മൾ ഓർക്കും ഇത്ര പ്രായമൊക്കെയാണ്, അതുകൊണ്ട് ട്രഡീഷൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഓർക്കുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ ദിനങ്ങളിലെ വായനകളിൽ നമ്മൾ കാണുന്നുണ്ട് ഈ ട്രഡീഷൻസ് ബ്രേക്ക് ചെയ്ത 2 വയോധികരെ. അതാണ് ശരിക്കും എലിസബത്തും സക്രിയാസും എന്ന് പറയാം. അവർ ട്രഡീഷൻസ് ബ്രേക്ക് ചെയ്ത ആൾക്കാരാണ്. കാരണം പേരിടുന്ന കർമ്മം വരുമ്പോൾ അവരുടെ വീട്ടിൽ ആർക്കും ഇല്ലാത്തൊരു പേര് ജോണാണ് ഇടുന്നത്. മാമൂലുകളൊക്കെ അവർ ബ്രേക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ട്രഡീഷൻസ് ബ്രേക്ക് ചെയ്യുന്നത് കാണുന്നത്. ചില കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ നല്ലതാണ്. ടു ഹാപ്പൻ സം വണ്ടർഫുൾ തിങ്സ്. Good day.